ഹായ്, വെൽക്കം ടു ബ്രില്യൻറ്റ് QUT CUETയുടെ നടത്തിയ എക്സാമിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കാണ് വരുന്നത്. എൻ്റെ പേര് അനീഷ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോളജി, ബ്രില്യൻറ്റ് പാല. ഓക്കെ, നമുക്കിതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനാണ്, എങ്ങനെ ആ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും, അതാണ് നമുക്കിവിടെ നോക്കേണ്ടത്. നമ്മൾ അതിലേക്ക് വരികയാണ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹൈ yielding ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഇൻട്രൊഡ്യൂസ്ഡ് വീറ്റ്. ഓക്കെ, അപ്പോൾ ഗോതമ്പിൻ്റെ ഒരു ഹൈ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഏതാണ്? അപ്പോൾ നമുക്ക് ആ ആൻസറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൻസറുകൾ എങ്ങനെയാണ് തെറ്റാണെന്ന് നമ്മൾ അറിയണ്ടേ. ഓക്കെ, നമുക്കതിലേക്ക് പോകാൻ നോക്കിയേ. ജയ, രത്ന, സൊണാലിക, IR8. അപ്പം ജയുണ്ട്, രത്നയുണ്ട്, സൊണാലികയുണ്ട്, IR8 ഉണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ ജയ എന്തിൻ്റെ വെറൈറ്റിയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റൈസിൻ്റെ വെറൈറ്റിയാണ് അല്ലേ. രത്ന ഓൾസോ എന്തിൻ്റെ തന്നെയാണ്? റൈസിൻ്റെ വെറൈറ്റിയാണ്. നോക്കിക്കേ, IR8 സെമി ഡാർഫ് വെറൈറ്റി തന്നെയാണ്. ഇതും എന്താണ്? റൈസിൻ്റെ വെറൈറ്റിയാണ്. ബട്ട് സൊണാലിക നിങ്ങൾ കേട്ടിട്ടുണ്ട്, കല്യാൺ സോന, സൊണാലിക, ഇത് രണ്ടും ഗോതമ്പിൻ്റെ വീറ്റിൻ്റെ വെറൈറ്റിയാണ്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് അത് തന്നെയാണ്, ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു നല്ല ഹൈ yielding വീറ്റിൻ്റെ വെറൈറ്റി. സോ നമ്മൾ എടുക്കുന്നു, ദ ആൻസർ ഈസ് സൊണാലിക. അപ്പം അത് മൂന്നും റൈസിൻ്റെ വെറൈറ്റി ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വീറ്റിൻ്റെ വെറൈറ്റിയാണ്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെ പോകുന്നു. അപ്പം നിങ്ങളുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കണം? സൊണാലിക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, എ ചില്ലി വെറൈറ്റി ഡെവലപ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ ആൻഡ് സെലക്ഷൻ ഫോർ ഡിസീസ് റെസിസ്റ്റൻറ്റ് ചില്ലി മൊസൈക്ക് വൈറസ്. കാരണം സാധാരണഗതി നിങ്ങൾക്കൊക്കെ അറിയാം, മുളകിന് വരുന്ന ചില്ലി മൊസൈക്ക് പല ഇലകളെല്ലാം പല സ്പോട്ടുകൾ പോലെ വന്നിട്ട് കുരുടിപ്പ് വന്നിട്ട് ചെടികളെല്ലാം ഷോർട്ടായിട്ട് നിൽക്കുന്നു, ഈൽഡിങ് ഇല്ല. ഇതൊരു മൊസൈക്ക്, ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഏത് വെറൈറ്റിയാണ് ഇവിടെ യൂസ് ചെയ്തു? അതാണ് ഇവിടെ വേണ്ടത്. നമുക്ക് നോക്കാം. നോക്കിക്കേ, ആൻഡ് ലീഫ് കേൾ, ടുബാക്കോ മൊസൈക്ക് ഡിസീസ്, ചില്ലി മൊസൈക്ക്, ലീഫ് കേൾ, എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ പറ്റിയത് ഏതാണ്? നമുക്ക് നോക്കാം. ഹിമഗിരി കണ്ടോ, ഈ ഹിമഗിരി എന്ന് പറഞ്ഞാൽ വീറ്റിൻ്റെ വെറൈറ്റിയാണ്. നോക്കിക്കേ, പുസ സോർണിം, ഇത് ബ്രാസിക്കയാണ്, കടുകാണ്. കണ്ടോ, കടുകിൻ്റെ വെറൈറ്റിയാണ്. നോക്കിയേ, പുസ സുവ്ര, ഇത് എന്തിൻ്റെയാണെന്നറിയോ? കോളിഫ്ലവറിൻ്റെ വെറൈറ്റിയാണ്. നോക്കിയേ, പുസ സദാബഹർ, കണ്ടോ. അപ്പം ഈ ഇതെന്ന് പറയുമ്പോൾ നല്ല എരിവുള്ളതും നല്ല ടേസ്റ്റും ഒക്കെയുള്ള നല്ലൊരു പച്ചമുളകാണ്. സോ ആൻസർ എന്ത് വരുന്നു? പുസ സദാബഹർ. ഓക്കെ, പല കുട്ടികൾക്കും ഡൗട്ടുണ്ട്, എന്താണ് ഈ പുസ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാപിറ്റൽ പ്ലേസ് ആണ്, അല്ലെ ആസ്ഥാനമാണ്, ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ പുസ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് റിലീസ് ചെയ്യുന്ന വെറൈറ്റിക്കെല്ലാം അവർ പുസ എന്നൊരു നെയിമും കൂടെ കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറക്കുന്നത്. സോ അതാണ് പുസ, അല്ലാതെ അതൊരു വെറൈറ്റി അല്ല, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ഇത് എന്തുകൊണ്ടാണെന്ന്. ഇവിടെ ചോദിച്ചേക്കുന്ന മുളകായതുകൊണ്ട് മാത്രം, ചില്ലി, അതുകൊണ്ടാണ് നമ്മളതിനെ ഈ ഒരു പേരിൽ കൊടുക്കുന്നത്. സിമ്പിൾ ടോപ്പിക്കാണ്, സാധാരണ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഓരോന്നിൻ്റെയും വെറൈറ്റി ഓർത്തിരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, ഹിമഗിരി, നല്ല മഞ്ഞ് വേണം, നല്ല മഞ്ഞുള്ളിടത്താണ് ഗോതമ്പ് കൂടുതൽ. മഞ്ഞെന്ന് ഓർത്താൽ ഹിമഗിരി എന്ന് പറഞ്ഞാൽ വീറ്റിൻ്റെ ഗോതമ്പിൻ്റെയാണ്. സ്വർണ്ണിം എന്ന് പറയുമ്പോൾ സ്വർണം നല്ലെണ്ണ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെയൊക്കെയാണ് ക്ലൂകൾ ഓർത്തിരിക്കുന്നത്. സ്വർണം നല്ലെണ്ണ എന്ന് പറയുമ്പോൾ സ്വർണം എള്ളെണ്ണയാണ്. അപ്പോൾ ആ നല്ലെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയുന്നത് സ്വർണ്ണിം, അപ്പോൾ അത് കടുക്. മനസ്സിലായോ? അപ്പോൾ കടുകിൻ്റെ എണ്ണയ്ക്ക് അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ എണ്ണകൾ എടുക്കും. അപ്പോൾ അതിൽ നിന്നുമാണ് പുസ സ്വർണ്ണിം എന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെ ഓയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലൂ ഇട്ടാണ് സാധാരണ ഓർത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ പുസ സ്വർണ്ണിം എന്ന് പറഞ്ഞാൽ ബ്രാസിക്ക, കടുകാണ്. കടുകെണ്ണയൊക്കെ എടുക്കും, കാരണം നോർത്ത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കടുകെണ്ണയാണ്. പിന്നെ പുസ ശുഫ്ര അല്ലേ, നല്ലൊരു കാണാൻ നല്ല ഐവറി കളറിലുള്ള നല്ലൊരു കോളിഫ്ലവറാണ്, അതാണ് ഏത്? പുസ ശുഫ്ര. പിന്നെ പുസ സദാബഹാർ, ഞാൻ അതിന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ബാഹർ, നമ്മൾ ഒരുപാട് എരിവുള്ള മുളക് കഴിച്ച് കഴിഞ്ഞാൽ നാക്കൊക്കെ ഇങ്ങനെ ടെൻഡൻസി നമ്മൾ കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അങ്ങനെയാണ് ഓർത്തിരിക്കുന്ന പോലും കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം എപ്പോഴും അല്ലേ നാക്കെടുത്ത് വെളിയിലിടുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, നല്ല എരിവാകുമ്പോഴാണ് നമ്മൾ നാക്കെടുത്ത് വെളിയിലിടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മുളകിൻ്റെ വെറൈറ്റി ആണെന്ന് മനസ്സിലാക്കി. സോ പുസ സദാബഹാർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പോവാണ്. നോക്കിക്കേ, The capacity to generate whole plant from any cell
ഓർ എക്സ്പ്ലാന്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ, ടിഷ്യൂ കൾച്ചറിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ ആണ്. അപ്പോൾ അതിന് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് എന്താണ്? നമുക്ക് നോക്കാം. ടോട്ടിപൊട്ടൻസി, അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ടോട്ടിപൊട്ടൻസി നോക്കിക്കേ. എന്താണ് ടോട്ടിപൊട്ടൻസി? ദ കപ്പാസിറ്റി ഓഫ് എ സെൽ ടു ജനറേറ്റ് ഇൻ എ ന്യൂ പ്ലാന്റ്. അതായത് ടിഷ്യൂ ആവട്ടെ, ഒരു സെല്ലാവട്ടെ, എന്തുമാവട്ടെ, അതൊരു പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഉള്ളതിനെ പറയുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. അടുത്ത് നോക്കിയാൽ ടിഷ്യൂ കൾച്ചർ നടത്തണമെങ്കിൽ സെല്ലിന് ടോട്ടിപൊട്ടൻസി വേണം. അപ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു കപ്പാസിറ്റി ആയിട്ട് ഇതിനെ എടുക്കാൻ പറ്റില്ല. ഇനി മൈക്രോ പ്രൊപ്പഗേഷൻ ടിഷ്യൂ കൾച്ചറിന് തന്നെ വേറൊരു ഇത് തന്നെയാണ്. ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ മാക്സിമം നമ്പർ ഓഫ് പ്ലാന്റ്ലെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആ പ്രോസസ്സാണ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഇനി സോമ ക്ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുപോലെ, നിങ്ങൾക്കറിയാം ക്ലോൺസ് മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ഓർഗാനിസമാണ് ക്ലോൺസ്. അപ്പോൾ സോമ ക്ലോൺസിൻ്റെ വെജിറ്റേറ്റീവിൽ എല്ലാവരും കൂടെ ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ സോമ ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കപ്പാസിറ്റി ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു? ടോട്ടിപൊട്ടൻസിയെ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്. Cyclosporin A used as an immunosuppressive agent in organ transplantation is produced by. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇത് ഏത് ചാപ്റ്ററിലാണെന്നറിയാമല്ലോ? മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അപ്പോൾ ആ ചാപ്റ്ററിനകത്തും സാധാരണ വരുന്നതാണ് എന്താണ്? സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ്. ഒരു ഓർഗൻ, ഒരു അവയവം മാറ്റിവെക്കുന്ന ഒരാളിൽ നമ്മൾ കുറച്ചു കാലത്തേക്ക് ആ ഒരു ഓർഗൻ അവരുടെ ബോഡിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നവരാണ്. അപ്പം നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന എന്തിനേയും നമ്മളൊരു ഫോറിൻ ബോഡി ആയിട്ടാണ് കൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് സാധാരണ പറയും. ഗ്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വരുന്ന ആ ഗ്രാഫ്റ്റിനെ ബോഡി റിജക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം കാണിക്കും. അപ്പോൾ ആ റിജക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ലോവർ ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അത് എവിടെ നിന്നാണ് വരുന്നത്? ഓക്കെ, ഇതാ നോക്കിക്കേ. സക്കാരോമൈസെറ്റ് സർവീസിയെ, ഇത് ഈസ്റ്റ് ആണ്, നമ്മൾ ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ട്രൈക്കോഡെർമ പോളിസ്പോറം, നോക്കിക്കേ, ഇതാണ് ആൻസർ. അപ്പം സൈക്ലോസ്പോറിനകത്ത് ട്രൈക്കോഡെർമ പോളിസ്പോറം. ഞാൻ എപ്പോഴും പറയും സൈക്ലോ ഒരു എല്ലാം ഉണ്ട്, അപ്പോൾ ഇതിനകത്ത് ഒരു പോളി, സൈക്ലോപോളി എന്നൊക്കെ പറയുമ്പോൾ ഒരു എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചില കോഡുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ പറയുന്നതാണ് ട്രൈക്കോഡെർമ പോളിസ്പോറം, അതാണ് ആൻസർ. ഇനി ഇതെന്തുകൊണ്ട് വന്നില്ല? ഈ മൊണാസ്കസ് പർപ്യൂറസ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് ആണ്, ഒരു ഫംഗസ് ആണ്. ഇത് സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, സ്റ്റാറ്റിൻ. ഇത് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് ആണ്. ഇനി ആസ്പെർജില്ലസ് നൈഗർ നിങ്ങൾക്കറിയാം എന്താണ്? എന്ത് ആസിഡ് ആണെന്ന് ഓർക്കുന്നോ? സിട്രിക് ആസിഡ്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അപ്പോൾ അതിനകത്തു നിന്നാണ് ചോദിച്ചേക്കുന്നത് 4 എണ്ണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു. ഉത്തരം ഏതാണ്? ട്രൈക്കോഡെർമ പോളിസ്പോറം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് എഥനോൾ? നേരത്തെ ഞാൻ അപ്പുറത്തെ ക്വസ്റ്റ്യനിലും പറഞ്ഞാണ് എത്തനോൾ, ആൽക്കഹോൾ, ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആരാണ്? ആസ്പെർജില്ലസ് നൈഗർ, അസറ്റോബാക്ടർ അസറ്റൈ, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. എന്തായാലും ഇത് 3 എണ്ണം അല്ല, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് സക്കാരോമൈസെറ്റ് സർവീസി. അങ്ങനെയാണെങ്കിൽ ആസ്പെർജില്ലസ് നൈഗർ എന്താണ്? എന്ത് ആസിഡാണ് ആസ്പെർജില്ലസ് നൈഗർ? ദാ പ്രീവിയസ് നോക്കിയാൽ മതി. എന്തുവാ? സിട്രിക് ആസിഡ്. കണ്ടോ, നമ്മളപ്പുറത്ത് എടുത്ത് തന്നെയാണ് വീണ്ടും വന്നേക്കുന്നത്, സിട്രിക് ആസിഡ്. ഇനി അസറ്റോബാക്ടർ അസറ്റൈ, അസറ്റിക് ആസിഡ്. ഈ വാക്കിൽ നിന്ന് തന്നെ ഉണ്ട് അസറ്റിക് ആസിഡ്. ഇനി ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, ബ്യൂട്ടറിക് ആസിഡ്. ഈ ബ്യൂട്ടറിക് ആസിഡ് നിങ്ങൾക്കറിയാം ക്ലാരിഫിക്കേഷൻ ഓഫ് ബോട്ടിൽഡ് ജ്യൂസ്. ക്ലാരിഫിക്കേഷൻ ഓഫ് ബോട്ടിൽഡ് ജ്യൂസിനാണ് നമ്മൾ ബ്യൂട്ടറിക് ആസിഡ്. അപ്പോൾ ആൻസർ നമ്മൾ ഏത് തന്നെ എടുക്കും? ഏതെടുക്കും? സക്കാരോമൈസെറ്റ് സർവീസി. അതാണ് ഈസ്റ്റ്. അതിൽ നിന്ന് അത് വെച്ചിട്ടാണ് നമ്മൾ എത്തനോൾ, അതായത് ജാഗറി, ഒന്നെങ്കിൽ കരിമ്പിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ജാഗറി സൊല്യൂഷനാക്കി അതിനകത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് റീകോമിനന്റ് DNA വാസ് ഡൺ ബൈ ദ നേറ്റീവ് പ്ലാസ്മിഡ്. അപ്പം നിങ്ങൾക്കറിയാം എന്താണ് ഇത്? ബയോടെക് 1 നിന്നാണ്. എങ്ങനെയാണ് ഫസ്റ്റ് റീകോമിനന്റ് DNA ഉണ്ടാക്കിയത്? ആരായിരുന്നു?
ഹെർബർട്ട് ബോയറും സ്റ്റാൻലി കോഹനും. അവർ ചേർന്നുണ്ടാക്കിയത് ആദ്യം അവരെന്ത് ചെയ്തു? കണ്ടോ, ഒരു ബാക്ടീരിയ എടുത്തു. ഇനി അത് അവർ ഒരു ഫോറിൻ DNA അവിടെ കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഇതിനെ വിളിച്ചു സാൽമണല്ല ടൈഫിമ്യൂറിയം. സാൽമണല്ല. ഈ സാൽമണല്ലയിലേക്കാണ് ഇവരെന്ത് ചെയ്തത്? ഈ ഫോറിൻ DNA കൊടുത്തത്. സോ ദ സ്ട്രക്ചർ ദാ ഇങ്ങനെ വരുന്നു. കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ സാൽമണല്ല ടൈഫിമ്യൂറിയത്തിലേക്കാണ് കെനാമൈസിൻ റെസിസ്റ്റന്റ് ജീൻ എന്ന് പറയുന്നത്. ഈ കൊടുത്ത ജീന് ഫോറിൻ DNA ജീൻ എന്ന് പറഞ്ഞാൽ കെനാമൈസിൻ റെസിസ്റ്റൻ്റ്. അത് ഇതിലേക്ക് കൊടുത്തപ്പോൾ ഇതൊരു റീകോമിനന്റ് DNA ആയിട്ട് മാറി. അങ്ങനെ അവരെടുത്തത് എന്തിനെയാണെന്ന് ചോദിച്ചേക്കുന്നത്? ദ ആൻസർ ഈസ് സാൽമണല്ല ടൈഫിമ്യൂറിയം. ഇനി നോക്കി, അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ്. ഇയാളെ വിളിക്കുന്ന പേരാണ് പ്ലാന്റ് നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ. അപ്പോൾ പ്ലാന്റ്സിൽ നമ്മൾ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ജെനറ്റിക് എഞ്ചിനീയർ ആണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻ. ഇനി ബാസിലസ് തുറിഞ്ചിയൻസ് ഓർ BT അറിയാമല്ലോ നിങ്ങൾക്ക്. പ്ലാന്റ്സിന് ഇമ്മ്യൂണിറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് BT. ഇനി എസ്ചെരിക്കോളെ ഓർ ഇക്കോളെ. ഇക്കോളെ യൂസ്ഫുള്ളുമാണ്, അതുപോലെ തന്നെ ഹാംഫുള്ളുമാണ്. അപ്പോൾ ഇതിനകത്തൊന്നും ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് റീകോമിനന്റ് DNA. ഇനി ഈ സാധനത്തിനെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയതിനെ ഇനി നമ്മളൊരു ഈക്കോളെ, ഇത് ഈക്കോളെ ആണെങ്കിൽ ഈക്കോളയിലേക്ക് കൊടുത്താൽ ഇതിൻ്റെ പേരങ്ങ് മാറി, ഇത് പ്ലാസ്മിഡായി. കണ്ടോ, ഇത് പ്ലാസ്മിഡായിട്ട് മാറി. അത് ഈക്കോളയിൽ കൊടുത്താൽ, കൊടുക്കാത്തോളം കാലം ഇവിടെ ചോദിച്ചേക്കുന്ന റീകോമിനന്റ് പ്ലാസ്മിഡിനെ ചോദിച്ചത്, അല്ലെ റീകോമിനന്റ് ആണ്, റീഅറേഞ്ച് ചെയ്ത്. സോ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻ അല്ല, ബാസിലസ് അല്ല, ഇക്കോളെ അല്ല. ആൻസർ ഏത് തന്നെ വരുന്നു? നമുക്ക് ഏത് തന്നെ എടുക്കാൻ പറ്റും? നമ്മുടെ സാൽമണല്ല ടൈഫിമോറിയമാണ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് സോയിൽ. സോയിലിൻ്റെ ന്യൂട്രിയൻ ക്വാളിറ്റി എൻറിച്ച് ചെയ്യുന്നു കൊടുക്കുന്നു. മെയിൻ സോഴ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, സൈനോ ബാക്ടീരിയ ഉണ്ട്. ഫ്രം ദ ഫോളോയിങ് സെലക്ട് ദ ഫംഗസ് വിച്ച് ഫോം മൈക്കോറൈസ. ഇത് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട്, ഒരു ഇൻഡയറക്റ്റ് പോലെ ക്വസ്റ്റ്യൻ തന്നിട്ട് ഡയറക്റ്റ് അതിൽ നിന്ന് അവർ ചോദിച്ചേക്കുന്നത് ഇതിനകത്ത് ആരാണ് മൈക്കോറൈസയെ ഉണ്ടാക്കുന്നത്? മൈക്കോറൈസ നിങ്ങൾക്കറിയാം, റൂട്ട്സിൽ കാണപ്പെടുന്നതാണ്. ടോൾ ട്രീസ്, അതായത് പൈനസ് പോലുള്ള മരങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഫംഗൽ അസോസിയേഷനാണ് മൈക്കോറൈസ. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ റൈസോബിയം ഒരിക്കലും മൈക്കോറൈസ ഉണ്ടാക്കത്തില്ല, കാരണം പയർ ചെടികളിലാണ്. ഇനി അസോസ്പൈറിൽ അസറ്റോബാക്ടർ ഫ്രീ ലിവിങ് ആയിട്ടുള്ളതാണ് സോയിലിൽ. ഇനി നോക്കി അനബീന നോസ്റ്റോകോസിലോട്ടോറിയ, ഇതും ആവത്തില്ല. അപ്പോൾ ആരേ വരത്തുള്ളൂ? ഗ്ലോമസ്. ഇത് നിങ്ങളുടെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ അവസാനം മൈക്കോറൈസ എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് പേജിൽ ജസ്റ്റ് അബോട്ടുള്ള പാരഗ്രാഫിൽ ഇത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. മെനി സ്പീഷീസ് ഓഫ് ഗ്ലോമസ് ഫോംസ് മൈക്കോറൈസ. ഓക്കെ, അപ്പോൾ ആൻസർ ഗ്ലോമസ് ആണ്. ഇനി ക്രോമസോം നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ് ഇൻ ഒഫിയോഗ്ലാസും കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ക്രോമസോം നമ്പർ ഗ്യാമീറ്റ്സ് ഇൻ ഹാപ്ലോയിഡ് ആണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ മിയോസൈറ്റും ചോദിക്കുന്നുണ്ട്, ഹാപ്ലോയിഡ് സെറ്റും ചോദിക്കുന്നുണ്ട്, ഗ്യാമീറ്റും. അപ്പോൾ ഹാപ്ലോയിഡ് സെറ്റിൻ്റെ ആൻസർ ഏത് തന്നെയാണ്? ഇത്. എന്നാൽ ഡിപ്ലോയിഡ് അല്ലെ മിയോസൈറ്റ് ചോദിച്ചാൽ 1260 ആണ്. അപ്പോൾ ആൻസർ 630 ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മറ്റേതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടെണ്ണം നോക്കിയാൽ ഇത് മിയോസൈറ്റ് ആണെങ്കിൽ 1260, എന്നാൽ അതിൻ്റെ ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ് ഗ്യാമീറ്റിലേക്ക് പോകുമ്പോൾ സോ ആൻസർ 630. ഓക്കെ, അടുത്ത നോക്കിയാൽ സ്ക്രൂട്ടിനൈസ് ദ ഫോളോയിങ് പെയർ, പോയിന്റ് ഔട്ട് ദ മിസ്മാച്ച്ഡ് പെയർ. ഇതും നന്നായിട്ട് നോക്കിയിട്ട് ഇതിനകത്ത് മിസ്മാച്ച്ഡ് തെറ്റായിട്ടുള്ളത് ഏതെന്ന് കണ്ടെത്തുക. നോക്കിയേ, സിനർജിഡ്സ് ഫിലിഫോം അപ്പാറ്റസ്, 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് ആൻജിയോസ്പേം എംബ്രിയോസാക് അറ്റ് മെച്യൂരിറ്റി, മിയോസൈറ്റ്സ് ഗ്യാമീറ്റ്സ് മദർ സെല്ല്, വാട്ടർ ലില്ലി ഹൈഡ്രോഫിലസ്. സൈനർജിഡ്സും ഫിലിഫോം അപ്പാറ്റസും ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എടുക്കുമ്പോൾ അവിടെ ഉള്ളതാണ്. സെക്കൻഡ്, 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോസാക്കിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജിലുള്ളതാണ്. മിയോസൈറ്റ്സ് ഗ്യാമീറ്റ്സ് മദർ സെൽസ് ആണ്. നോക്കിയേ, വാട്ടർ ലില്ലി എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും വാട്ടറിലുള്ള എല്ലാ ഹൈഡ്രോഫിലസ് ആണ്. അല്ല, ഇത് നിങ്ങളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ലില്ലി ഹൈഡ്രോഫിലസ് അല്ല, എന്നാൽ അക്വാട്ടിക് ആയിട്ടുള്ളവരുണ്ട്, അക്വാട്ടിക് പ്ലാന്റ്സുകളുണ്ട്, വാലിസ്നേറിയ. പക്ഷേ ഈ വാട്ടർ ലില്ലി മാത്രം എന്താണ്? ഒന്നുകിൽ അനിമോഫിലസ് ആവാം, ഉണ്ടോ, ആനിമോഫിലസ്, ഓർ ഇതാണ് വിൻഡ് വഴി അല്ലെങ്കിൽ ഇൻസെക്റ്റ് പോളിനേഷൻ, അതിനെ പറയുന്നു എൻഡമോഫിലസ്.
കണ്ടോ? അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചേ, ഇത് ഒരിക്കലും എന്താകത്തില്ല, എയ്തർ ഇറ്റ് ഈസ് അനിമോഫിലസ് ഓർ ഇറ്റ് മീ എൻഡമോഫിലസ്. ഇതിലേത് ഒരിക്കലും ഹൈഡ്രോഫിലസ് വരത്തില്ല. കാരണം ആമ്പല് സാധാരണ നിങ്ങൾക്കറിയാം മുകളിലേക്ക് നിൽക്കുക, വെള്ളത്തിനടിയിലല്ല നിൽക്കുന്നത്, മുകളിലേക്കാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റ് വേണം. ഇറ്റ് മസ്റ്റ് ബി എയ്തർ വിൻഡ് വഴിയാകാം അല്ലെങ്കിൽ ഇൻസെക്റ്റ് വഴിയാകാം. സോ ദ ആൻസർ ഈസ് ഇതാണ്, മിസ് മാച്ച്ഡ് ആണ്, തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കും. ബാക്കി 3 എണ്ണവും ശരിയായത് ആണ്. അപ്പോൾ ഈ ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മൾ പഠിച്ചതിന് തന്നെ ഒരു ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് തന്നേക്കുന്ന ഒരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലേ, മെച്ചർ എംബ്രിയോ സാക്കിൻ്റെ ഇതാണ് തന്നേക്കുന്നത്. ഇതിനകത്ത് ഓരോന്നും ഏതാണെന്നാണ് നോക്കിയേക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് 2 എൻഡുകളാണ്. ഇതിനെ ചലാസൽ എൻഡെന്നും ഇവിടുത്തെ പറയുന്ന ഒരു മൈക്രോപൈലറെന്നും. നിങ്ങൾക്കറിയാം ചലാസൽ എൻഡ് എന്ന് പറഞ്ഞാൽ മുകളിലാണ്, മൈക്രോപൈലർ ലോവറിൽ. അപ്പോൾ അതിൽ നിന്നും ചലാസൽ എൻഡിലുള്ളവരെയാണ് ചോദിച്ചിരിക്കുന്നത് എ. അപ്പോൾ ചലാസൽ എൻഡിലുള്ള 3 പേരെ നമുക്ക് പറയുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. ബി നോക്കിക്കേ, ഇതാണ് പോളാർ ന്യൂക്ലിയ. പോളാർ ന്യൂക്ലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അതാ ഇങ്ങനെ ഒരു സെല്ലും 2 ഗ്യാമീറ്റുകളും. മനസ്സിലായോ? അതാണ് പോളാർ ന്യൂക്ലിയ. അപ്പോൾ ബി പോളാർ ആകണം. മനസ്സിലായോ? ഇനി സി എന്ന് പറയുന്ന നോക്കിക്കേ, എഗ്ഗ് വരണം. കണ്ടോ, സി ഇതാ ഇവിടോട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എഗ്ഗാണ്. സി എഗ്ഗാണ്. ഡി അവർ ചോദിച്ചേക്കുന്ന എന്താണ്? സൈനർജിറ്റ്സ് ആണ്. ഇതാ ഇവിടെയുള്ള, ഇവിടെ അങ്ങനെ സൈനർജിറ്റ്സ്. ഇ എന്ന് പറഞ്ഞാൽ ഫിലിഫോം അപ്പാറ്റസ് ആണ്. ആ ഫിഗർ നോക്കിയാൽ മതി. നോക്കി എഫ് ഇതാ ഇവിടെയാണ്. ഇതിനെ പറയുന്ന പേരാണ് സെൻട്രൽ സെൽ എന്നൊരു പേരും കൂടി ഇവർക്ക് കൊടുക്കും. അപ്പോൾ നോക്കി ഇതാണ്. ഇത് കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് കൊടുത്തേക്കുക. നമുക്കതിൻ്റെ ഓർഡറിൽ തന്നെ ആ പിക്ക് എടുത്തിട്ട്, ആ ഒരു ഫിഗർ എടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് ലേബൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മൈക്രോപൈലാറിൻ്റെ ലോവർ, ഇതെന്താണ് ചലാസലൻ്റെ അപ്പർ. പിന്നെ നമ്മൾ പറയുന്നത് ചലാസൽ എൻഡിൽ എപ്പോഴും ആൻറ്റിപോഡൽസ് ആണ്. മൈക്രോപൈലാർ എൻഡിൽ എപ്പോഴും സൈനർജിറ്റ്സും ഫിലിഫോം അപ്പാറ്റസുമാണ്. സെൻട്രൽ പോളാർ ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ ലോവറായിട്ട് സൈനർജിറ്റ്സിൻ്റെ മുകളിലായിട്ടാണ് എഗ്ഗ് സെല്ല് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് ആ ഫിഗർ വെച്ച് വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ അല്ലേ? അടുത്തലേക്ക് പോകും. ദ ഡെൻസിറ്റി ഓഫ് എ പോപ്പുലേഷൻ ഗിവൺ ഹാബിറ്റാറ്റ് ഡ്യൂറിംഗ് ദ ഗിവൺ പീരീഡ് ഫ്ലക്ച്വേറ്റ്, വേരിയൻ്റ് ആവുന്നു ഡ്യൂ ടു ദ ചേഞ്ചസ് 4 ബേസിക് പ്രോസസ് ആണ്. അത് നമുക്കറിയാം. നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, 4 പേരാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനകത്താണ്. നിങ്ങളിത് ഇങ്ങനെ എണ്ണം പഠിച്ചിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് ഇത് 4 കൈകൾ. ഒന്ന് മോർട്ടാലിറ്റി, ഒന്ന് നേറ്റാലിറ്റി, ഒന്ന് ഇമിഗ്രേഷൻ, ഒന്ന് എമിഗ്രേഷൻ. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് ഇത്രയും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കണം. ഈ 4 ഫീച്ചറുകൾ വെച്ച് നോക്കിയാൽ അവർ ചോദിച്ചേക്കുന്നത് നോക്കിക്കേ, ഇൻക്രീസ് പോപ്പുലേഷൻ കൂടണം. അപ്പോൾ ഇവിടെ ബർത്ത് റേറ്റ് കൂടണം, ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. രണ്ടും നോക്കുമ്പോൾ നമുക്ക് നോക്കാം. നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇത് രണ്ടും ഒരുപോലെ ആയിട്ട് കാര്യമില്ലല്ലോ. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടില്ല അല്ലേ, പോപ്പുലേഷൻ കൂടും. മരണവും ജനനവും ഒരുപോലെ, നോ. മോർട്ടാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ, മരിക്കുന്നു. ഇമ്മിഗ്രേഷൻ എന്താ, ഇങ്ങോട്ട് വരുന്നു. ആൾക്കാർ ഇങ്ങോട്ട് മരിക്കുകയും ചെയ്യുന്നു, ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അതും ബാലൻസ്ഡ് ആയിട്ട് പോകും. മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ, മരിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, അപ്പോൾ കുറയുക ചെയ്യുന്നത്. നോക്കിയേ, നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ, ഇവിടെയും ജനിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതൽ, ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതൽ. സോ ആൻസർ ഏത് വരുന്നു? നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. ഓക്കെ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ വേർഡുകൾ അറിയണം. നേറ്റാലിറ്റി ബർത്ത് റേറ്റ്, മോർട്ടാലിറ്റി ഡെത്ത് റേറ്റ്. ഇനി ഇമ്മിഗ്രേഷൻ അങ്ങോട്ട്, കണ്ടോ, അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുകയെന്ന്, ഈ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോവുക. ഇനി ഇമ്മിഗ്രേഷൻ ഇങ്ങോട്ട്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങോട്ടും വരണം, ആൾക്കാരുടെ ജനനവും കൂടണം, എന്നാലേ പോപ്പുലേഷൻ കൊടുത്തുള്ളൂ. സോ ആൻസർ ഏത് വരുന്നു? നേറ്റാലിറ്റി ആൻഡ് എന്ത്? ഇമ്മിഗ്രേഷൻ. ഓക്കെ. നിങ്ങളുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. അടുത്ത് നോക്കിയേ. Coelado National Park, Bharatpur, hosts thousands of migratory birds coming from Siberia and other extremely cold northern region. Is located in which state of India? എവിടെയാണെന്ന് അത് നമ്മൾ ആദ്യം തന്നെ പറയുന്നു, രാജസ്ഥാൻ. അത് അങ്ങനെ തന്നെ പഠിക്കാനുള്ളൂ, കാരണം ആ സ്ഥലത്തെയാണത്. അപ്പോൾ ഇതിനകത്ത് തന്നെ വളരെ ദൂരെ നിന്നുള്ള മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സ്ഥലം അത് രാജസ്ഥാനാണ്. ബാക്കിയൊന്നും
ആ ഒരു ഇതിൽ വരുത്തും. അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകണം, കാരണം ബാക്കിയുള്ള സ്റ്റേറ്റിലല്ല, ഇവിടെയാണെന്ന് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, നോക്കി, ദ അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസെപ്ഷൻ ടു ഹെറ്ററോട്രോപ്സ്, ഹെർബിവോർ ആൻഡ് ഡീകമ്പോസർ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദ അവൈലബിൾ ഓഫ് ബയോമാസ് ഫോർ ദ കൺസെപ്ഷൻ ഓഫ് ഹെറ്ററോട്രോപ്സ്. ഓട്ടോട്രോപ്സ് അല്ല, ഹെറ്ററോട്രോപ്സിലേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നത്? അവർക്ക് കൺസംഷൻ, അവർക്ക് കഴിക്കാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന എന്ത് ടൈപ്പ് ബയോമാസാണ്, എന്ത് പ്രൊഡക്ഷനാണ്? നിങ്ങൾക്കറിയാം, പ്രൊഡക്ടിവിറ്റിയാണ്. നമ്മൾ പ്രൊഡക്ടിവിറ്റിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറിയും സെക്കൻഡറി അല്ലേ? ഇനി പ്രൈമറിയെ നിങ്ങൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രൈമറിയെ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണ്? കൺസെപ്ഷനോ ഹെർബിവോറിലും ഡീകമ്പോസറിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ്. മനസ്സിലായോ? ഗ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിലുണ്ടാകുന്നതാണ്. കൺസ്യൂമർ അല്ലെ ഹെറ്ററോട്രോപ്സിലേക്ക് വരുമ്പോൾ നെറ്റാണ്. അപ്പോൾ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, GPP മൈനസ് R. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് റെസ്പിറേഷൻ ലോസ് കുറച്ചാൽ അതിനെ കിട്ടുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇത് ഹെറ്ററോട്രോപ്സ് ആയതുകൊണ്ട് ഇത് തന്നെ എടുക്കാനുള്ള ആൻസർ. സോ ദ ആൻസർ ഈസ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് അറിയാമല്ലോ പ്ലാന്റ്സിൽ, സെക്കൻഡറി അറിയാൽ പ്രൈമറി ആണ്, അത് കഴിഞ്ഞ് സെക്കൻഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഹെറ്ററോട്രോപ്സിൽ കൺസംഷനിലേക്ക് എത്തുമ്പോൾ ഏതാണ് വരുന്നത്? അത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അത് ഏത് ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈം ഡീഗ്രേഡ് ഡിട്രൈറ്റസ് ഇൻ സിംപ്ലർ ഓർഗാനിസം സബ്സ്റ്റൻസ് ബൈ എ പ്രോസസ്. നോക്കിക്കേ, ഇതിനെ ഡീഗ്രേഡ് ചെയ്യുക, ഡീഗ്രേഡ് ചെയ്ത് അതിനകത്ത് എനർജിയെ റിലീസ് ചെയ്യുക, അതാണ് പൊട്ടിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ ഫ്രാഗ്മെൻറ്റേഷൻ അല്ല, ലീച്ചിങ് അല്ല, കാറ്റബോളിസം ആണോ, ഹ്യൂമിഫിക്കേഷൻ ആണോ? സോ ദ ആൻസർ എപ്പോഴും ഇതേ വരത്തുള്ളൂ. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക, ലീച്ചിങ് വാട്ടറിൻ്റെ പ്രസൻസ് ഡിസോൾവ് ആക്കുക, കാറ്റബോളിസം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുക, ഹ്യൂമിഫിക്കേഷൻ ഡാർക്ക് കളർ അമോർഫസ് സബ്സ്റ്റൻസ് ആകും. ഇവിടെ അവർ ചോദിച്ചേക്കുന്ന ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈം ഡീഗ്രേഡ് ഡിട്രൈറ്റസ് ഇൻറ്റു സിംപ്ലർ ഓർഗാനിസംസ്. വലിയതായിട്ടുള്ളതിനെ ചെറുതാക്കി, പൊട്ടിച്ച് ചെറുതാക്കി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാക്കി മാറ്റി. അപ്പോൾ നിങ്ങൾക്കറിയാം, അനബോളിസം എന്ന് പറഞ്ഞാൽ സിന്തസൈസ് ഉണ്ടാക്കുക, കാറ്റബോളിസം എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ആൻഡ് റിലീസിങ് എനർജി. ഇവിടെ ആ മീനിങ് ആണ് വെച്ച് ബ്രേക്ക് ഡൗൺ ആൻഡ് റിലീസ് എനർജി വരുമ്പോൾ കാറ്റബോളിസമാണ് വരുന്നത്. ഓക്കെ, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻറ്റു ട്രൂ ഓർ ഫോൾസ്. ഇതിനകത്ത് ഏതൊക്കെ ട്രൂ ഏതൊക്കെ ഫോൾസ് എന്നാണ് നമുക്ക് നോക്കാം. ദ മൂവ്മെന്റ് ഓഫ് ന്യൂട്രിയൻ്റ് എലമെന്റ് ത്രൂ ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം ഈസ് കോൾഡ് ന്യൂട്രിയൻ്റ് സൈക്ലിംഗ് ഓർ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ. ശരിയാണ്, ഇത് നിങ്ങളുടെ എക്കോസിസ്റ്റത്തിനകത്തുനിന്ന് ന്യൂട്രിയൻ സൈക്കിളിനകത്ത്. അപ്പോൾ മൂവ്മെന്റ് ഓഫ് ന്യൂട്രിയൻ്റ് എലമെൻറ്റിൻ്റെ ഒരു എലമെൻറ്റ് മാറിപ്പോകുന്നത് വേരിയസ് കമ്പോണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റത്തിലേക്ക് ഈസ് കോൾഡ് ന്യൂട്രിയൻ സൈക്ലിംഗ് അല്ലെങ്കിൽ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ. ശരിയാണ്. ന്യൂട്രിയൻ സൈക്കിൾസ് ആർ ടു ടൈപ്പ്, ഒന്ന് ഗേഷ്യസും ഉണ്ട്, സെഡിമെൻ്ററി ഉണ്ട്. ഗേഷ്യസ് വരുന്നതാണ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. സെഡിമെൻ്ററി വരുന്നതാണ് സൾഫറും ഫോസ്ഫറസും. ഓക്കെ, ഇനി റിസർവെയർ ഓഫ് ഗേഷ്യസ് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് അമോണിയ, കാർബൺ ആർ എക്സിസ്റ്റഡ് ഇൻ എർത്ത് ക്രസ്റ്റ്. ഇതാ ഇവിടെ ഒരു അട്ടർലി തെറ്റാ. ബാക്കിയൊക്കെ നമുക്ക് റിസർവെയർ, ഗേഷ്യസിൻ്റെ എല്ലാം റിസർവെയർ സോയിലാണെന്ന് അല്ലെ ഭൂമിയാണെന്ന്. തെറ്റാണ്, കാരണം അത് അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അടുത്ത് നോക്കിക്കേ, റിസർവെയർ ഓഫ് സെഡിമെൻ്ററി സൈക്കിൾ ഇൻ സൾഫറും ഫോസ്ഫറസും എന്താ അറ്റ്മോസ്ഫിയർ ആണെന്ന്. ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വന്നിരുന്നത് ശരിയായിരുന്നു, ഇത് തന്നെ അട്ടർലി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചു കളഞ്ഞു. മനസ്സിലായോ? അപ്പം സെഡിമെൻ്ററിയുടെ റിസർവെയർ സോയിലാണെങ്കിൽ ഗേഷ്യസിൻ്റെ റിസർവെയർ അറ്റ്മോസ്ഫിയർ തന്നെ ആണ്. Okay, according to one estimate that 4 into 10 raised to 13 kilogram of carbon dioxide fixed in the biosphere through photosynthesis annually. So ഈ ആൻസറും ശരി. അപ്പോൾ ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. 1, 3, 5 ശരിയാണ്, 3, 4 തെറ്റാണ്. ഇതാണ് ആൻസർ. ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. എ ടേം വിച്ച് ഇൻഡിക്കേറ്റ് നാച്ചുറൽ ഇൻ്റർ കണക്ഷൻ. നിങ്ങൾക്കറിയാം, ഫുഡ് ചെയിനും ഉണ്ട്, ഫുഡ് വെബും ഉണ്ട്. നാച്ചുറലായിട്ട് ഒന്നൊന്നിനെ കണക്ട് ചെയ്ത് പോയാൽ ഫുഡ് ചെയിൻ, എന്നാൽ പല ഫുഡ് ചെയിനുകൾ കണക്ട് ചെയ്താൽ അതിന് പറയുന്ന പേര് എന്താണ്? ഫുഡ് വെബ്. ഇത് ഇങ്ങനെ തന്നെയുണ്ട്, ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻ, ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻ. അതെപ്പോഴും ആൻസർ ഏത് തന്നെ വരണം? ഫുഡ് വെബ് തന്നെ വരണം.
സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നേരെ നിൽക്കുന്ന ചെടി എന്നല്ല. പല കുട്ടികളും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്തോറും സെർട്ടൺ ലെവൽ ഓഫ് ബയോമാസ് ഓരോരുത്തരും റീറ്റെയിൻ ചെയ്യുകയും ബാക്കി അവർ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ സെർട്ടൺ ലെവൽ ഓഫ് ബയോമാസ് റീറ്റെയിൻ ചെയ്യുന്നതാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. ബയോമാസ് എന്നറിയാലോ ടോട്ടൽ ഓർഗാനിക്. ഡീകമ്പോസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ മൈക്രോ ഓർഗാനിസം ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്നു. ആൻസർ ഏതാണ്? ഫുഡ് വെബ്. നോക്കിയേ, എനി അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ഫിസിക്കൽ കെമിക്കൽ ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് എയർ ലാൻഡ് വാട്ടർ ആൻഡ് സോയിൽ. ഇത് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനകത്തുനിന്ന് വന്നതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ഇതാണ്, എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മുടെ ഭൂമിയിലോ വായുവിലോ വെള്ളത്തിലോ മണ്ണിലോ ഉണ്ടായാൽ സോ സിംപ്ലി അതിന് പറയുന്ന പേരാണ് പൊല്യൂഷൻ. അല്ല, അങ്ങനെ തന്നെയാണ് പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ. ഇനി ബയോ മാഗ്നിഫിക്കേഷൻ. ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്തോറും നമുക്ക് എന്താണ് നമ്മുടെ ആൻസർ? ഓരോ ട്രോഫിക് ലെവൽ കഴിയുന്തോറും അതിൻ്റെ നമ്മൾ എന്തെങ്കിലും ഒരു കെമിക്കൽ സ്പ്രേ ചെയ്താൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നതിനാണ് പറയുന്നത് ബയോ മാഗ്നിഫിക്കേഷൻ. അത് തന്നെയാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അടുത്ത യൂട്രിഫിക്കേഷൻ. അതായത് നമ്മൾ ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും ഒക്കെ മണ്ണിലേക്ക് ഇടുമ്പോൾ മഴ വെള്ളത്തിലൂടെ ഒലിച്ച് അത് വാട്ടർ ബോഡിയിലെത്തിട്ട് അവിടെ അക്വാട്ടിക് ഓർഗാനിസമായ പ്ലാന്റ്സുകളൊക്കെ അമിതമായിട്ട് വളരും, ന്യൂട്രിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ് ഇൻ ദ വാട്ടർ ബോഡി ഈസ് കോൾഡ് യൂട്രിഫിക്കേഷൻ. അപ്പോൾ ആൻസർ ഏതാണ്? പൊല്യൂഷനാണ് ആൻസർ. സിമ്പിളാണ്. ഓക്കെ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോക്കിയേ, ബയോസ്ഫിയർ റിസർവ് നമ്മളത് നാച്ചുറലി കൺസർവ് ചെയ്യാം. വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓക്കെയാണ്. നാഷണൽ പാർക്ക് ഓക്കെയാണ്. ബട്ട് ബൊട്ടാണിക്കൽ ഗാർഡനും സുവോളജിക്കൽ പാർക്കും ഈ ജീവികളെ നമ്മൾ പ്രത്യേകം കെയർ കൊടുത്ത് കെയർ കൊടുത്ത് സംരക്ഷിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇവരൊക്കെ ആ ഒരു എക്സിസ്റ്റഡ് ആയിട്ടുള്ള അവിടെ തന്നെയാണ്. നമ്മൾ സുവോളജിക്കൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റഡ് ആക്കി ആ പറയുന്ന സ്പീഷീസുകൾ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവർക്ക് അവരുടെ വൈൽഡ് ഹാബിറ്റാറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഏത് തന്നെയാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ ഓർ സുവോളജിക്കൽ പാർക്കാണ് ഡിഫറെൻറ്റ്. ഇനി നോക്കിയേ, ഇത് നിങ്ങളുടെ ഏതിനകത്ത് വരുന്നതാണെന്നറിയാമോ? മൾട്ടിപ്പിൾ അലീലിസം ചാപ്റ്റർ ഏതാ? ജെനറ്റിക്സ് 1 ഉണ്ട്, ജെനറ്റിക്സ് 2 ഉണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് ജെനറ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. പാരൻസ് ഓഫ് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഹാവ് ദ ചാൻസ് ഓഫ് ഹാവിങ് ചൈൽഡ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഓ. വരാൻ സാധ്യതയുള്ളത് ഏതാണ്? മനസ്സിലായോ? നിങ്ങൾക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പും എ ഗ്രൂപ്പും കേട്ടോ. അതിനകത്ത് എയുമുണ്ട് ഐയും ഉണ്ട്. ഇങ്ങനെയാണ്. ഇത് ഒ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത്, ഇത് എ ഗ്രൂപ്പും ഇത് എ ഗ്രൂപ്പും കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഒ വരാനുള്ള സാധ്യതയുണ്ട്, ശരിയല്ലേ? അടുത്ത നോക്കിയേ, എ ബിയും ഒയും ഇതിനകത്ത് ഒരിക്കലും വരത്തില്ല. അടുത്ത എയും ബിയും ഒ ബി ഒ. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ അലിസം. അപ്പോൾ അതിനകത്ത് തന്നെയുള്ള കാര്യമാണ്. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് എടുത്തത് ഇവരൊഴിച്ച് ബാക്കി 2 കൂട്ടരും ശരിയാണ്. അപ്പോൾ ആൻസർ ഏത് വരുന്നു? ഓൾ എക്സെപ്റ്റ് ബി. കണ്ടോ, ഒരെണ്ണത്തിന് ഒരു ആൻസറിനകത്തുനിന്ന് വേറൊരു ആൻസറിനെ ക്രിയേറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഓൾ എക്സെപ്റ്റ് ബി എന്ന് ഉദ്ദേശിക്കുന്ന ഇവരൊഴിച്ച് ബാക്കി 2 എണ്ണത്തിൽ നിന്നും ഐ ഉണ്ട്. അതിനകത്ത് ഐ എന്ന് പറയുന്ന ഒരു റെസസീവ് ഉണ്ട്. അപ്പോൾ അത് ഒ ഗ്രൂപ്പിന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എ വന്നാലും എയും ബിയും വന്നാലും കുട്ടി ഒ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാരൻസ് അങ്ങനെ വരാം. പക്ഷേ എ ബിയും ഒയും വന്നാൽ ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല. സോ ആൻസർ ഓൾ എക്സെപ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി 2 ഗ്രൂപ്പുകളും ശരിയാകും. ഓക്കെ ആണല്ലോ. ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ ആൻറ്റി റൈനം ഈസ് എ ഗുഡ് എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. കോഡോമിനൻസ് ആണോ, മൾട്ടിപ്പിൾ അലിസം ആണോ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണോ, ക്രോമസോമൽ ഡിസോർഡർ അല്ലെന്ന് നമുക്കറിയാം. ഇത് ബ്ലഡിൻ്റെ കാര്യമാണ് അല്ലേ? കോഡോമിനൻസ് എന്താണ് നിങ്ങൾക്കറിയാം, 4 o'clock പ്ലാന്റ് അല്ലേ, അവിടെ മിറാബിലസ്. ഇനി ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, ഇതാണ് ആൻസർ. കേട്ടോ, ബാക്കിയൊന്നും ഇതുമായിട്ട് ബന്ധമുള്ളതേ അല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഡോഗ് ഫ്ലവറിന് എടുത്ത് പറയുന്നുണ്ട് ആൻറ്റി റൈനോ എന്ന് പറയുന്ന എക്സാമ്പിൾ അണ്ടർസ്റ്റാൻഡ്. നമുക്കെപ്പോഴും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് പഠിക്കാനുള്ള കാര്യമാണ് അവിടെ നമ്മൾ പറയുന്നത്. ഇതറിയാമല്ലോ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് മിറാബിലസ് ജലപ്പ എന്ന് പറയും. ഓക്കെ. ഇനി കോഡൊമിനൻസിന് നിങ്ങൾക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ശരിയാണ്. പക്ഷേ നമുക്കിവിടെ ആൻസർ വേണ്ടത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്.
ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ കോസ് ഓഫ് ജെനറ്റിക് ഡിസോർഡർ ഈസ് ദ പ്രസൻസ് ഓഫ് ആൻ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം നമ്പർ 21. 21th പെയറിൽ ഒരു ട്രൈസോമി ഒന്ന് കൂടുതലായി വന്നാൽ ആ ഡിസീസിന് പറയുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം അല്ലേ. ഈ ഡൗൺ സിൻഡ്രത്തിന് നമ്മൾ പറയുന്ന പേരാണ് മംഗോളിയൻ ഡിസോർഡർ എന്ന് പറയും. മംഗോളിയൻ കണ്ടോ, ഇതിന് വേറെ പേരുണ്ട് മംഗോളിയൻ. ബാക്കിയൊക്കെ നോക്കിയാൽ ഹീമോഫീലിയ സെക്സ് ലിങ്ക്ഡ് ആണ് അല്ലേ. ടോർണർ സിൻഡ്രോം, ക്ലീൻഫെൽഡർ സിൻഡ്രോം ഇതൊന്നും വരത്തില്ല. ഇത് പ്രത്യേകം എടുത്ത് നമ്മൾ എന്താ പറയുന്നത്, ഇതിൽ പറയുന്നുണ്ട്. ഏതിനകത്താണ് പറയുന്നത്? NCERT എടുത്തെടുത്ത് പറയുന്നുണ്ട്. 21th പെയറിൽ ഒരു ട്രൈസോമി ഒന്ന് കൂടുതൽ. സോ ദ ആൻസർ ഈസ് ഡൗൺ സിൻഡ്രോം. ബാക്കി ഒന്നും വരില്ല. ഓക്കെ ആണല്ലോ. കോപ്പിയിങ് ജെനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് DNA ഇൻറ്റു RNA. കണ്ടോ, വൺ സ്ട്രാൻഡ് ഓഫ് DNA നിന്നും RNA ഉണ്ടാകുന്ന എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, സ്പ്ലൈസിങ് ഉണ്ട്, ക്യാപ്പിംഗ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതെടുക്കും ആൻസർ? ട്രാൻസ്ലേഷൻ അല്ലല്ലോ അല്ലേ. mRNA ഉണ്ടാകുന്നതാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നോക്കിയേ, DNA നിന്നും RNA ഉണ്ടാകുന്നു. സോ ദ റൈറ്റ് ആൻസർ ഈസ്, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ട്രാൻസ്ക്രിപ്ഷൻ. വേറെ ഒന്നും ഇതിനകത്ത് വരത്തില്ല. നോക്കിയേ, DNA ഇൻറ്റു RNA ഇൻറ്റു പ്രോട്ടീൻസ് അല്ലെ, mRNA ഇൻറ്റു പ്രോട്ടീൻസ്, അങ്ങനെ പോകുമ്പോൾ ട്രാൻസ്ലേഷൻ. ഇത് ട്രാൻസ്ക്രിപ്ഷൻ തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് NCERT ഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും ഡൗട്ട് വരാൻ സാധ്യതയില്ല. ഓക്കെ, ദ യൂണിവോക്കൽ പ്രൂഫ് ദാറ്റ് DNA ഈസ് എ ജെനറ്റിക് മെറ്റീരിയൽ കെയിം ഫ്രം ദ എക്സ്പീരിയൻസ്. DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ പറയുന്നുണ്ട്. ആരാണ്? നോക്കിയേ, മെസൽസൺ ആൻഡ് എഫൻ സ്റ്റൈലാണോ, ആൽഫ്രഡ് ഹെർഷി ചേസ് ആൻഡ് മാർത്ത ചേസ് ആണോ, ഹെർഷി ആൻഡ് വാട്സൺ ക്രിക്ക് ആണോ, RW ഹോളി ആണോ? ഓക്കെ, അട്ടർലി നമുക്ക് ഒരു തെറ്റും വരത്തില്ല. കാരണം അതൊക്കെ ആ ഡെഫിനിഷനകത്ത് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? DNA ആസ് എ ജെനറ്റിക് മെറ്റീരിയൽ. ഈ ഒരു വേർഡാണ്, ഈ ഒരു വേർഡ് കൊണ്ടുവന്നത് അല്ലെ. ഇത് ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ്, ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻ്റ് എന്നാണ് ജനറലി പറയുന്നത്. അപ്പോൾ ആൻസർ ഏത് തന്നെയാണ്? അത് തന്നെ. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ബാക്കിയൊന്നും നമുക്കറിയാൻ വരത്തില്ല, അതൊക്കെ ഓരോന്നും ഡിഫറൻ്റ് ആണ്. ഇത് വാട്സൺ ആൻഡ് ക്രിക്ക് ഡബിൾ ഹെലിക്സിലാണ് അല്ലേ. ഇവർ മെസൽസൺ ആൻഡ് FW വെൻ്റ് എന്ന് പറയുന്ന സെമി കൺസർവേറ്റീവ് മോഡൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണെങ്കിൽ എന്താണ് പറയുന്നത്? അലാനിൻ ട്രാൻസ്ഫർ RNA. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ ഇത് നോക്കുക, ആൽഫ്രഡ് ഹെർഷി ആൻഡ് ചേസിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് DNA ജെനറ്റിക്. ഇത് ഡബിൾ ഹെലിക്കലാണ്, ഇത് സെമി കൺസർവേറ്റീവ് മെത്തേഡാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്യുവൽ ഫംഗ്ഷൻ ഇറ്റ് കോഡ്സ് ദ മെത്തിയോണിൻ ആൾസോ ആക്ട് ആസ് ഇനിഷ്യേറ്റർ കോഡോൺ? സ്റ്റാർട്ടിംഗ് കോഡോണായിട്ട് ആക്ട് ചെയ്യുന്നത് മെത്തിയോണിൻ്റെ ഏതാണ്? ഇത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. AUG ഇതാണ് സ്റ്റാർട്ടിംഗ് കോഡോൺ. മെത്തിയോണിൻ എന്താണ്? ഇനിഷ്യേറ്റർ കോഡോണായിട്ട് ആക്ട് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് AUG. ഇതൊരിക്കലും വരത്തില്ല. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഏതിൻ്റെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെയാണ്. യുണീക്ക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പം. അട്ടർലി നമ്മൾ എപ്പോഴും ഉറപ്പിച്ച് പറയുന്നതാണ്, ആൻജിയോസ്പമിന് മാത്രമുള്ള യുണീക്ക് ഫീച്ചറാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. എന്നാൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമാണ് സിംഗമി. മനസ്സിലായി? ഇത് ഓഗ്യാമസ് റീപ്രൊഡക്ഷൻ, ഇത് ലോവറിലാണ്. ഇതും വരത്തില്ല, സൈഫനോഗമി. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴേ അറിയാം, യുണീക്ക് അങ്ങനെ തന്നെ യുണീക്ക് ഫീച്ചർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ തന്നെ ആണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ ഡൗട്ട് വരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് 1-2 തവണയൊന്ന് വായിച്ച് നോക്കിയാൽ കിട്ടും, ഉറപ്പാണ്. നമുക്കതിലേക്ക് പോകാം. പോളിനേഷൻ ബൈ വിൻഡ് മോർ കോമൺ എമംഗ്സ് ദ എബയോട്ടിക് പോളിനേറ്റേഴ്സ്. എബയോട്ടിക് പോളിനേറ്ററിൽ ഏറ്റവും പോളിനേഷൻ വേണ്ട വിൻഡാണ്, അല്ലെ അനിമോഫിലിയാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് നോക്കാം. എമംഗ് ദ ആനിമൽ ഇൻസെക്ട് പർട്ടിക്കുലർലി ബീസ് ആർ ദ ഡൊമിനേറ്റിംഗ് ബയോട്ടിക് പോളിനേറ്റ്. എന്നാൽ ബയോട്ടിക് പോളിനേറ്റ് അതെയല്ല, ബയോട്ടിക് എന്ന് ജീവനുള്ള, എബയോട്ടിക് ജീവനില്ലാത്തത്. അപ്പോൾ ബയോട്ടിക് പോളിനേറ്ററിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻസെക്റ്റ് ആണ് പോളിനേഷൻ നടത്തുന്നത്. Some examples of water pollinator plants are Vasilineria hydrilla, which grow freshwater, as well as several marine sea grasses such as Zostera. അത് ശരിയാണ്. ഇൻ വാലിസിനേറിയ മെയിൽ ഫ്ലവേഴ്സ് ആർ സോളിറ്ററി വിത്ത് എ ലോങ് പെഡിസൽ, വിത്ത് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സെസൈൽ, ഓൾമോസ്റ്റ് സെസൈൽ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ
ക്ലസ്റ്റേഴ്സ്. അപ്പം നോക്കാം ഇതിനകത്ത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. പോളിനേഷൻ ബൈ വിൻഡ് ആണ് സാധാരണഗതിയിൽ. എബയോട്ടിക് പോളിനേറ്റഡ് വിൻഡ് ആണ്, കാറ്റാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്. പിന്നെ ആനിമൽസ്, ഇൻസെക്ട്, പർട്ടിക്കുലർലി ബീസ് ആണ് അല്ലെ. അവരിൽ നോക്കുകയാണെങ്കിൽ ഇൻസെക്റ്റിൽ ബീസ്, തേനീച്ചകളാണ് ബയോട്ടിക്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പോളിനേഷൻ നടത്തുന്നത്. അത് ശരിയാണ്. സം എക്സാമ്പിൾസ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് വാലിസ്നേറിയ, ഹൈഡ്രില്ല, വിച്ച് ഫ്രഷ് വാട്ടറും ഉണ്ട്, സെവറൽ മറൈൻ സീ ഗ്രാസസും ഉണ്ട് ആസ് സൂസ്റ്റർ. അതും ശരിയാണ്. വാലിസ്നേറിയ മെയിൽ ഫ്ലവേഴ്സ് ആർ സോളിറ്ററി and long pedicel, while female flowers are almost sessile and produced in cluster. തിരിഞ്ഞുപോയി. ഈ ഫീമെയിൽ ഫ്ലവേഴ്സ് ആണ് സോളിറ്ററി ആവേണ്ടത്. മെയിൽ ഫ്ലവേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? ക്ലസ്റ്റർ ആയിരിക്കണം, കൂടുതൽ വേണം. കാരണം മെയിലാണ് കൂടുതലായിട്ടുണ്ടായാൽ മാത്രമേ അത് വാട്ടറിലെ റിപ്പിൾസ് അല്ലെ വാട്ടർ കരണ്ടിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ ആൻസർ ഇതിനകത്ത് അട്ടർലി തെറ്റേതാണ്? ഇതാണ്. ഇത് തിരിച്ചു കളഞ്ഞു. അതായത് ഫീമെയിൽ ഫ്ലവേഴ്സ് സിംഗിൾ ആൻഡ് സോളിറ്ററി ആവാം. മെയിൽ ഫ്ലവേഴ്സ് ഒത്തിരി എണ്ണം ഉണ്ടാകണം, ലാർജ് നമ്പർ ആകണം. ബാക്കിയെല്ലാം ശരിയാണ്. ഈ ഒരു ഫ്ലവറിൻ്റെ നമ്പറിൻ്റെ വെച്ചിട്ടാണ് ഇത് തെറ്റായി പോയത്. ഓക്കെ. ഇൻ്ററാക്ഷൻ എമംഗ് ദ ലൈക്കൻസ് ബിറ്റ്വീൻ മൈക്കോബയോണ്ട് ആൻഡ് ഫൈക്കോബയോണ്ട് നിങ്ങൾ +1 പഠിക്കുന്ന ചാപ്റ്ററാണ് അല്ലേ. +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പോപ്പുലേഷൻ അല്ലേ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനകത്തുകൊണ്ട് ഇൻ്ററാക്ഷൻ അകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം, എപ്പോഴും അറിയാം, ഇറ്റ്സ് എ മ്യൂച്വലിസം അല്ലേ. കോമ്പറ്റീഷനും അല്ലല്ലോ, ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല. ആൽഗയും ഫംഗയും തമ്മിൽ അവർ രണ്ടുപേരും സ്നേഹത്തോടെ ഇരിക്കുകയാണ്. മ്യൂച്വലിസമാണ്, പാരസിറ്റിസം അല്ല, കൊമൻസാലിസം അല്ല. സോ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആയതുകൊണ്ട് സോ ദാറ്റ് ഈസ് മ്യൂച്വലിസം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ എടുത്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാം. ദ ഗ്രീൻ പ്ലാന്റ്സ് ആർ ദ എക്കോസിസ്റ്റം ടെർമിനോളജി കോൾഡ്. ഈ ലോകത്തിലുള്ള അല്ലെ ഈ എക്കോസിസ്റ്റത്തിലുള്ള ഗ്രീൻ പ്ലാന്റ്സിനെ നോർമലി പറയുന്ന പേര്, സിമ്പിൾ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ അല്ലേ. കൺസ്യൂമർ അല്ലല്ലോ പ്ലാന്റ്സ്. സെക്കൻഡറി കൺസ്യൂമറും വരത്തില്ല, പ്രൈമറി കൺസ്യൂമർ എന്നൊരു വേർഡേ വരത്തില്ല. സോ ആൻസർ എപ്പോഴും ഏതാണ്? പ്രൊഡ്യൂസറാണ്. അവരാണ് ഇവിടുത്തെ പ്രൊഡ്യൂസർ. അവരില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഗ്രീൻ പ്ലാന്റ്സ് വേണം. ഓക്കെ, ദ ആൻസർ ഈസ് പ്രൊഡ്യൂസർ. സിമ്പിളാണ്. ഇതൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ മെയിലിൽ ഫീമെയിലിനെ പോലെ ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. മെയിലിൽ ഫീമെയിലിനെ പോലെ ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായാൽ അതിന് പറയുന്ന പേര് എന്താണ്? ഏത് സിൻഡ്രോമാണ് മെയിലിനെ ഫീമെയിലാക്കി നമ്മളെ കാണിക്കുന്നത്? ഓക്കെ ആണല്ലോ. ഇത് നോക്കിക്കേ, ഈ ടേർണർ സിൻഡ്രോം ഉണ്ട്, ക്ലീൻഫെൽറ്റർ, ഇത് രണ്ടിനെയും നമുക്ക് നോക്കാം അല്ലേ. ഇതിനകത്ത് ഒരാൾ മെയിലിലാണ്, ഒരാൾ ഫീമെയിലാണ്. ഓക്കെ, നമ്മൾ അതിനകത്തുനിന്ന് എടുക്കുന്നു. ക്ലീൻഫെൽറ്റർ സിൻഡ്രോം മെയിലാണ്, ടേർണർ സിൻഡ്രോം ഫീമെയിലാണ്. ഇവിടെ ചോദിച്ചേക്കുന്ന ഗൈനക്കോമാസ്റ്റിയ ഇതെന്ന് വെച്ചാൽ മെയിലിന് ഫീമെയിലിൻ്റെ സ്ട്രക്ചർ ഉണ്ടാകുന്നതാണ്. മെയിലിന് ഫീമെയിൽ. അപ്പം നമുക്ക് ഇതിലേക്ക് പോകാം. ഇത് രണ്ടെണ്ണം നമുക്ക് തെറ്റാണെന്ന് തന്നെ എടുക്കാം. പക്ഷെ നമുക്ക് ഇവിടെയാണ് ഡൗട്ട് വരുന്നത്. ഇത് മെയിലിൽ ഉണ്ടാകുന്നതാണ്, ഇത് ഫീമെയിൽ. അപ്പം എന്ന് പറഞ്ഞേക്കുന്നത് മെയിലിൽ ഫീമെയിലിൻ്റെ സ്ട്രക്ചറാണ്. ഫീമെയിലിൻ്റെ സ്ട്രക്ചർ വന്നാൽ കുഴപ്പമില്ലല്ലോ. മെയിലിൽ ഫീമെയിൽ. അപ്പം മെയിലിൽ ഫീമെയിൽ വന്നത് ക്ലീൻഫെൽറ്റർ സിൻഡ്രോം ആണ്. സോ ആൻസർ ഇതാണ്. ഇത് തെറ്റാണ്. ഇത് ഫീമെയിലിൽ ഉണ്ടാകുന്നതാണ്. നമ്മളത് മെയിലിൽ ഫീമെയിലിൻ്റെ ഗൈനക്കോമാസ്റ്റിയ എന്ന് വെച്ചറിയാലോ, ഫീമെയിലിൻ്റെ ബ്രസ്റ്റിനെ പോലെ മെയിലിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അവർ സ്റ്റെറൈലായിരിക്കും. മനസ്സിലായോ? ആൻസർ ഈസ് ക്ലീൻഫെൽറ്റർ സിൻഡ്രോം. നോക്കിയേ, വൺ ഓഫ് ദ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഫോർ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ നൈട്രജൻ ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻ. ഇത് നിങ്ങൾ ഏതിനകത്ത് പഠിക്കുന്നതെന്നറിയാമോ? സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ നോക്കി, SCP എന്നത് സിംഗിൾ സെൽ പ്രോട്ടീൻ. ഇതിനകത്ത് ഓർഗാനിസം സ്യൂട്ടബിൾ ഫോർ പർപ്പസ്. പ്രോട്ടീൻ ഫോർ ആനിമൽ ആൻഡ് ഹ്യൂമൻ ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള സിംഗിൾ സെൽ പ്രോട്ടീൻ ഏതാണ്? പോർഫൈറ. ഏത് വരുന്നതാ? പോർഫൈറ. ആൽഗയാണോ, ബ്രയോഫൈറ്റ്സ് ആണോ, ജിംനോസ്പെർം ആണോ, ആൻജിയോസ്പെർം? പോർഫൈറ. ലാമിനേര, പോർഫൈറ, മാനിറ്റോള്. മറന്നുപോയോ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ കറക്റ്റായിട്ടും കിട്ടും. ഓക്കെ, അതിന് അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതൊരു പ്ലാന്റ് എഞ്ചിനീയറാണ്. സ്പൈറുലീന സിംഗിൾ സെൽ പ്രോട്ടീൻ നിങ്ങൾ പഠിക്കുന്നത്. ട്രൈക്കോഡർമ അത് ഒരു പാത്തോജനിക് എഫക്റ്റാണ്. കാരണം പ്ലാന്റ്സിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കാനാണ് ട്രൈക്കോഡർമ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഉത്തരം ഏതാ വരുന്നത്? സ്പൈറുലീന. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഈ പോർഫൈറ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ആരിലാണ് വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ലാമിനേറിയ, മാനിറ്റോള് ഇതൊക്കെ വരുന്നുണ്ട്.
ഒരു ക്ലൂവും കൂടെ തന്നേക്കാം, ഒരു ആൽഗയാണ്. എന്നാൽ നിങ്ങൾ അതിനകത്ത് ഫൈക്കോമൈസിറ്റ്സ് ആണോ, ക്ലോറോഫൈസിയാണോ, ഫിയോഫൈസിയാണോ, റോഡോഫൈസിയാണോ, അത് നോക്കിയാൽ മതി. ഓക്കെ, അത് ഞാൻ എന്തായാലും പറയുന്നില്ല, ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങളുടെ ആൽഗെ ഗ്രൂപ്പാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ആൻസർ എപ്പോഴും സ്പൈറൽ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ ഒരു കോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഡയറക്റ്റ് പറയുന്നുണ്ട് സ്പൈറുലീന. ഇത് സ്പേസ് ട്രാവലേഴ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. An example of microbial biocontrol agent can be introduced in order to control butterfly caterpillar. ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലറിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? റൈസോബിയ അറിയാമല്ലോ, പയർ ചെടികളിലുള്ള സിംബയോട്ടിക്കാണ്. അസോസ്പൈറലം എന്താണ്? ഫ്രീ ലിവിങ് ആണ്. അസറ്റോബാക്ടറും ഫ്രീ ലിവിങ് ആണ് സോയിൽ. പക്ഷെ നോക്കി, ബാസിലസ് തുറിഞ്ചിയൻസിസ് ഷോർട്ട് ഫോം BT, ഇവരാണ് കാറ്റർപില്ലറുകളെ, ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലറെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവരാണ് BT ഓർ ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഇത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ ഇത് പറയുന്നുണ്ട്, അവിടെ നിന്നാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് ഓഫ് സ്റ്റഡീഡ് ബൈ മെൻഡൽ ഡ്യൂറിംഗ് ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഇൻ ഗാർഡൻ ബി പിസം സറ്റൈവം പയർ. അത് സിമ്പിളായിട്ട് അതിൽ തന്നെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എപ്പോഴും ഏത് തന്നെയാണ്? 7 ആണ്. മനസ്സിലായോ? വേറെ ഒന്നും വേണ്ട, 7 ആണ് അതിൻ്റെ ആൻസർ. Which of the following is a pair of viral diseases? തന്നിരിക്കുന്ന ഓപ്ഷനിൽ വൈറൽ ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ടൈഫോയിഡ്, ട്യൂബർക്കുലോസിസ്. ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. ടൈഫോയിഡ് ബാക്ടീരിയൽ ആണ്, ട്യൂബർക്കുലോസിസും ബാക്ടീരിയൽ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. ദെൻ സെക്കൻഡ്, റിംഗ് വാം, എയ്ഡ്സ്. റിംഗ് വാം എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. എയ്ഡ്സ് വൈറലാണ്. പക്ഷെ അത് രണ്ടും വൈറൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റുകയില്ല. ദാറ്റ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. Then option 3, common cold and AIDS. Common cold is a viral disease, is a rhinovirus. AIDS is a HIV virus. So the third option contains viral disease. The third option is correct. In the fourth optionil കൊടുത്തിരിക്കുന്ന dysentery, common cold virus ആണ്, but dysentery is a bacteria, Shigella bacteria. അപ്പോൾ that option is also wrong. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെയർ ഓഫ് വൈറൽ ഡിസീസ്. ഇപ്പോൾ വൈറൽ ഡിസീസ് വരുന്ന ഓപ്ഷൻ 3 കോമൺ കോൾഡ്, എയ്ഡ്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് സീക്വൻസ് ഓഫ് ഹോർമോൺ സെക്രീഷൻ ഫ്രം ബിഗിനിങ് ഓഫ് മെൻസ്ട്രേഷൻ ഈസ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ 1 മെൻസ്ട്രേഷന് തുടക്കം തൊട്ടുള്ള കറക്റ്റ് ഓർഡർ ഹോർമോൺസിൻ്റെ. ഓപ്ഷൻ 1 FSH, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ. ഓപ്ഷൻ 2 ഈസ്ട്രജൻ, FSH, പ്രൊജസ്ട്രോൺ. ഓപ്ഷൻ 3 FSH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഓപ്ഷൻ 4 ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, FSH. ഇതിൽ മെൻസ്ട്രേഷൻ തുടങ്ങുന്നത് തൊട്ട് നമ്മൾ ആ മെൻസ്ട്രേഷൻ സൈക്കിൾ നോക്കുവാണെങ്കിൽ FSHൻ്റെ ആക്ഷനോട് കൂടി ഒവേറിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും. ദെൻ ഒവേറിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫോളിക്കിളിൻ്റെ സ്റ്റേജിൽ തീക്ക ഇൻറ്റേണ, തീക്ക എക്സ്റ്റേണ ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ തീക്ക ഇൻറ്റേണ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഈസ്ട്രജൻ. ദെൻ ആഫ്റ്റർ ഓവുലേഷൻ കഴിഞ്ഞ് ദ റിമൈനിങ് പാർട്സ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ develop changes into അല്ലെങ്കിൽ transform into corpus luteum. This corpus luteum secretes a large amount of progesterone. അപ്പോൾ ഓർഡറിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് FSHൻ്റെ ആക്ഷനെ തുടർന്ന് ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഒരു ഭാഗമാണ് തീക്ക ഇൻറ്റേണ, തീക്ക എക്സ്റ്റേണ. അതിൽ തീക്ക ഇൻറ്റേണ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഈസ്ട്രജൻ. ദെൻ ആഫ്റ്റർ ഓവുലേഷൻ ദ റിമൈനിങ് പാർട്സ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ഇൻ ടു കോർപ്പസ് ലൂട്ടിയം. ദിസ് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ. അപ്പോൾ FSH വരണം, ഈസ്ട്രജൻ വരണം, പ്രൊജസ്ട്രോൺ വരണം. അപ്പം അങ്ങനെ വരുന്ന ഓപ്ഷൻ FSH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ വരുന്നത് ഓപ്ഷൻ 3. അപ്പോൾ ഫ്രം ബിഗിനിങ് ഓഫ് മെൻസസ് സൈക്കിൾ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഹോർമോൺ സെക്രീഷൻ ഈസ് ഓപ്ഷൻ 3 FSH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38,
Which one of the following is incorrectly matched regarding female reproductive organs? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കണക്ട് ചെയ്ത് ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ഓവറീസ്. എഗ്സ് ആൻഡ് സെക്സ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. കറക്റ്റ് ആണ്. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എഗ്ഗ്. ഓവറി സെക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫീമെയിൽ സെക്സ് ഹോർമോണാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എക്സെട്ര. Then uterus, second option uterus, serves as birth canal. Uterus അല്ല birth canal ആയിട്ട് ആക്ട് ചെയ്യുന്നത്. cervix and vagina. cervixും വജൈനയും കൂടാണ് birth canal ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. Then third, oviduct serves as a site of fertilization. ഓവിഡക്സിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. കറക്റ്റാണ്. cervix contains opening to the vagina. cervix കഴിഞ്ഞ് അടുത്ത ഭാഗമാണ് വജൈന. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പം ഇതിൽ തെറ്റ് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ 2 ആണ് ഇൻകറക്റ്റ്. യൂട്രസ് സെർവ്സ് ആസ് ബർത്ത് കനാൽ. ബർത്ത് കനാലായിട്ട് ആക്ട് ചെയ്യുന്ന യൂട്രസ് അല്ല, സെർവിക്സും വജൈനയും കൂടെ വരുമ്പോഴാണ് ഇതിന് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് സീക്വൻസ് ഓഫ് spermatogenetic stages leading to the formation of sperms in a mature human testis. സ്പെർമാറ്റോജനറ്റിക് സ്റ്റേജ്, സ്പെർമാറ്റോജനസിൻ്റെ സ്റ്റേജ് കറക്റ്റ് ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ. അതിൻ്റെ നമുക്കൊന്നൊരു ജനറൽ ഡിസ്ക്രിപ്ഷൻ പറയാം. ഫസ്റ്റ് 1 സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയ കഴിഞ്ഞ് വരേണ്ടത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വരണം. അത് കഴിഞ്ഞ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് കഴിഞ്ഞ് വരേണ്ടത് സ്പെർമാറ്റിഡ്. then spermatid transform into sperm അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ ആൻസർ ഏതാ കറക്റ്റ് എന്ന് നോക്കാം. സ്പെർമാറ്റോഗോണിയ, സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പേം. ഓപ്ഷൻ കറക്റ്റാന്ന് തോന്നുന്നു. സ്പെർമാറ്റോഗോണിയ കഴിഞ്ഞാണ് സ്പെർമാറ്റോസൈറ്റ്, ദെൻ സ്പെർമാറ്റിഡ്, സ്പേം. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. സ്പെർമാറ്റോഗോണിയ, സ്പെർമാറ്റിഡ്, സ്പെർമാറ്റോസൈറ്റ്, സ്പേം. സ്പെർമാറ്റോഗോണിയ കഴിഞ്ഞ് ഉടനെ സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നില്ല. അപ്പം ആ ഓപ്ഷൻ തെറ്റ്. ദെൻ ഓപ്ഷൻ 3 സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റോഗോണിയ, സ്പെർമാറ്റിഡ്, സ്പേം. സ്പെർമാറ്റോഗോണിയയ്ക്ക് മുമ്പ് ഒരിക്കലും സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകത്തില്ല. തെറ്റ്. ദെൻ സ്പെർമാറ്റിഡ്, സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റോഗോണിയ, സ്പേം. ആദ്യം ഏതായാലും സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നില്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. സ്പെർമാറ്റോഗോണിയ, സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പേം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the contraceptive device that impairs the viability of the sperm or interferes with their movement is. തന്നിരിക്കുന്ന 4 ഓപ്ഷനിലും കൺട്രാസെപ്റ്റീവ് IUD ആണ് തന്നിരിക്കുന്നത്. ആ IUDക്കകത്ത് സ്പേമിൻ്റെ വയബിലിറ്റിയെയും അതിൻ്റെ മൂവ്മെൻറ്റിനെയും ഇൻ്റർഫിയർ ചെയ്യുന്ന IUD ഏത്, കൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഏത്? ഓപ്ഷൻ 1 LNG-20, ഓപ്ഷൻ 2 ലിപ്സ് ലൂപ്പ്, ഓപ്ഷൻ 3 പ്രൊജസ്റ്റാസർട്ട്, ഓപ്ഷൻ 4 മൾട്ടിലോഡ് 375. സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെയും ഇത് സപ്രസ് ദ സ്പേം മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് ദ സ്പേം. ഏത് IUD ആയിരിക്കും? കോപ്പർ ടി. കോപ്പർ റിലീസിങ് IUDs ആണ് സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെയും ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയെയും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് നോക്കാം. LNG-20 എന്ന് പറയുന്ന ഹോർമോൺ റിലീസിങ്ങാണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഹോർമോൺ റിലീസിങ്ങിനില്ല. സെക്കൻഡ് ലിപ്പിസ് ലൂപ്പ്, അത് നോൺ മെഡിക്കേറ്റഡ് ആണ്. ഇതല്ല ചെയ്യുന്നത്, അത് യൂട്രസിനെ ഇൻഫ്ലെയിംഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ തെറ്റ്. 3 പ്രൊജസ്റ്റാസർട്ട്, ദാറ്റ് ഈസ് ഓൾസോ എ ഹോർമോൺ റിലീസിങ് IUD. ഹോർമോൺ റിലീസിങ് IUDക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. ദെൻ 4th മൾട്ടിലോഡ് 375 ഈസ് എ കോപ്പർ റിലീസിങ് IUD. കോപ്പർ റിലീസിങ് IUD യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് സ്പേമിൻ്റെ മോട്ടിലിറ്റിയെയും അതിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയെയും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ദ സ്ട്രക്ചർ ഹോമലോഗസ് വിത്ത് പെനിസ് ഓഫ് മെയിൽ. മെയിലിൻ്റെ പെനിസിനോട് ഹോമലോഗസ് ആയിട്ട് നിൽക്കുന്ന ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലെ സ്ട്രക്ചർ ഏതാണ്? വജൈന, ലേബിയ മജോറ, ബർത്തോലിൻസ് ഗ്ലാൻസ് ആൻഡ് ക്ലിട്ടോറിസ്. ആൻസർ പെനിസിന് ഹോമലോഗസ് ആയിട്ട് നിൽക്കുന്നത് ക്ലിട്ടോറിസ്. ആൻസർ
ക്ലിട്ടോറിസ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the female external genitalia, a pair of large skin folds homologous with the scrotum of male. Scrotum എന്ന് പറയുന്ന ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പൗച്ച്. ആ സ്ക്രോട്ടത്തിനോട് ഹോമലോഗസ് ആയിട്ടുള്ള ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ സ്ട്രക്ചർ ഏതൊക്കെയായിരിക്കും? ലേബിയ മജോറ, ലേബിയ മൈനോറ, ഫോർസെറ്റ്, ക്ലിട്ടോറിസ്. ആൻസർ ലേബിയ മജോറ. ഓപ്ഷൻ 1 ലേബിയ മജോറ. ലേബിയ മജോറ എന്ന് പറയുന്ന ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിലെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഫ്ലഷി ഫോൾഡ് ഓഫ് സ്കിന്നാണ് ലേബിയ മജോറ. അപ്പോൾ സ്ക്രോട്ടം എന്ന് പറയുന്നതും ഒരു സ്കിൻ കവറിങ് ആണ്. അവിടെ സ്കിന്നാണ് വരുന്നത്. അപ്പോൾ അതാണ് ഹോമലോഗസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ലേബിയ മജോറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ വിത്ത് യൂട്രൈൻ ലൈനിങ് ഇമ്മീഡിയറ്റ്ലി ലീഡ്സ് ടു. എംബ്രിയോ യൂട്രസിൽ എൻഡോമെട്രിയത്തിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നടക്കുന്ന സംഭവം എന്തായിരിക്കും? ഓപ്ഷൻ 1 ഫോർമേഷൻ ഓഫ് അംബിലിക്കൽ കോഡ്, റൈസ് ഇൻ പ്രൊജസ്ട്രോൺ ലെവൽസ്, കൺട്രാക്ഷൻ ഓഫ് മയോമെട്രിയം, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഓപ്ഷൻ 1 നോക്കാം. ഫോർമേഷൻ ഓഫ് അംബിലിക്കൽ കോഡ്. അംബിലിക്കൽ കോഡ് ഉണ്ടാകുന്നത് യൂട്രസിൽ വന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് അംബിലിക്കൽ കോഡ് ഫോം ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ഇവൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതല്ല. സെക്കൻഡ്, റൈസ് ഇൻ പ്രൊജസ്ട്രോൺ ലെവൽ. പ്രഗ്നൻസി കൺഫേം ആയി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ലെവൽ കൂടും. എന്തുകൊണ്ടാണ്? ഈ പ്രൊജസ്ട്രോൺ ഈസ് നോൺ ആസ് പ്രഗ്നൻസി ഹോർമോൺ. പ്രൊജസ്ട്രോൺ പ്രത്യേകിച്ചും പ്രൊജസ്ട്രോൺ ലെവൽ കൂടണം, എന്നാലേ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തിയറിക്ക് അത് പറയുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ചില ഹോർമോൺസ് ആർ ഇൻക്രീസ്ഡ് ഇൻ സെവറൽ ഫോൾഡ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ എക്സെട്ര. These are for metabolic changes in the mother's body and also growth of the baby. ഇതിനെല്ലാം വേണ്ടിയാണ് ഈ ഹോർമോൺസ് എല്ലാം പല മടങ്ങ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊജസ്ട്രോൺ ആ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ബേബിയുടെ ഗ്രോത്തിനും വേണ്ടി പെട്ടെന്ന് കൂടുന്നതാണ് പ്രൊജസ്ട്രോൺ ലെവൽ. അടുത്ത കൺട്രാക്ഷൻ ഓഫ് മയോമെട്രിയം. ഇംപ്ലാന്റ് ചെയ്ത് ഉടനെ ഒരിക്കലും മയോമെട്രിയത്തിൽ കൺട്രാക്ഷൻ വരികയില്ല. അത് നടക്കുന്ന സംഭവം അല്ല. അങ്ങനെ വന്നാൽ അത് അബോർഷനായി പോവും. സാധാരണ നോർമൽ സ്റ്റേജിൽ അതൊരിക്കലും നടക്കത്തില്ല. ദെൻ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത് പാച്ചുറേഷൻ നടക്കാനുള്ള പ്രോസസ്സാണ്. അത് ഇംപ്ലാന്റേഷൻ തുടങ്ങിയ സമയത്ത്, സ്റ്റാർട്ട് ചെയ്ത സമയത്തല്ല അത് നടക്കുന്നത്. പ്രഗ്നൻസിയുടെ 9 മാസമാണ്. 9 മാസം തീരാറായി കഴിയുമ്പോഴാണ് പാച്ചുറേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ റൈസ് ഇൻ പ്രൊജസ്ട്രോൺ ലെവൽസ്. ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഇവൻ്റ് ആണ് റൈസ് ഇൻ പ്രൊജസ്ട്രോൺ ലെവൽസ്. ആ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ, ആൻഡ് വിച്ച് ഓൾസോ സപ്പോർട്ട് ദ ഫീറ്റൽ ഗ്രോത്ത്. ഓപ്ഷൻ 2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ്. 9 മാസം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് സംഭവിക്കും. അത് എന്തിന് റിലീസ് ചെയ്യിപ്പിക്കുന്നു? ഓപ്ഷൻ 1 HCG ഫ്രം പ്ലാസെൻറ്റ, HPL from placenta, oxytocin from maternal pituitary and colostrum. Fetal ejection reflex in human female triggers the release of. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത് പാച്ചുറേഷൻ നടക്കാനുള്ള റിഫ്ലെക്സ് ആണ്. അപ്പോൾ ആ റിഫ്ലെക്സ് വന്നു കഴിയുമ്പം ഇറ്റ് ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ ഫ്രം മറ്റേണൽ പിറ്റ്യൂട്ടറി. അമ്മയുടെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യുക. ഓക്സിറ്റോസിൻ ഈസ് എ ഡെലിവറി ഹോർമോൺ. ഡെലിവറി നടക്കാൻ, പാച്ചുറേഷൻ നടക്കാനുള്ള ഹോർമോണാണ് ഓക്സിറ്റോസിൻ. കേട്ടോ? അപ്പോൾ നമ്മുടെ ആൻസർ ഓക്സിറ്റോസിൻ ഫ്രം മെറ്റേണൽ പിറ്റ്യൂട്ടറി. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് വന്നു കഴിയുമ്പോൾ അമ്മയുടെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിൻ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഓക്സിറ്റോസിൻ വന്ന് മയോമെട്രിയത്തെ കൺട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യും. മയോമെട്രിയത്തെ കൺട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് ഓക്സിറ്റോസിൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്സിറ്റോസിൻ വരും, കൺട്രാക്ഷൻ നടക്കും. കൺട്രാക്ഷൻ നടക്കുമ്പോൾ ഓക്സിറ്റോസിൻ വരും, കൺട്രാക്ഷൻ നടക്കും. അതിങ്ങനെ സീക്വൻഷ്യൽ ഇവൻ്റ് ആയിട്ട് നടക്കും. അങ്ങനെ അവസാനം വിഗറസ് കൺട്രാക്ഷനായിട്ട് മാറിയാണ് പാച്ചുറേഷൻ
നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2, ഓക്സിറ്റോസിൻ ഫ്രം മറ്റേണൽ പിറ്റ്യൂട്ടറി. HCG ഫ്രം പ്ലാസൻറ്റ. HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഹോർമോണാണ്, പ്ലാസൻറ്റയാണ് റിലീസ് ചെയ്യുന്നത്. ഈ HCG ആണ് വന്നിട്ട് കോർപ്പസ് ലൂട്ടിയത്തെ മെയിൻറ്റെയിൻ ചെയ്യും ഫോർ കണ്ടിന്യൂഡ് സെക്രീഷൻ ഓഫ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ അമ്മയുടെ ബോഡിയിൽ നിന്നെങ്കിലേ ആ പ്രഗ്നൻസി നിലനിൽക്കുകയുള്ളൂ. അപ്പം പ്രൊജസ്ട്രോണിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടി പ്ലാസൻറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് HCG. അതിന് പാച്ചുറേഷനുമായിട്ട് ബന്ധമൊന്നുമില്ല. അടുത്ത HPL ഫ്രം പ്ലാസൻറ്റ. HPL എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ മാത്രം കാണുന്ന ഹോർമോണാണ്. HCGയും അങ്ങനെ തന്നെയാണ്, പ്രഗ്നൻസിയിൽ മാത്രം കാണുന്നതാണ്. HPL എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പ്ലാസൻറ്റൽ ലാക്ടോജൻ. പ്രഗ്നൻസി പീരീഡിൽ മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തും അതിൻ്റെ അകത്തെ മിൽക്ക് സെക്രീഷൻ നടക്കാനുള്ള ഹോർമോൺ HPL. അത് പ്രഗ്നൻസിയിൽ മാത്രമേ കാണുകയുള്ളൂ. ദെൻ കൊളോസ്ട്രം. കൊളോസ്ട്രം എന്ന് പറഞ്ഞാൽ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്യൂ ഡേയ്സിൽ കാണപ്പെടുന്ന ലാക്ടേഷൻ, ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. ആദ്യത്തെ ആ മിൽക്കിന് പറയുന്ന പേരാണ് കൊളോസ്ട്രം. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് കൊളോസ്ട്രം? കൊളോസ്ട്രം കണ്ടെയ്ൻ റിച്ച് ആൻറ്റിബോഡീസ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് എക്സെട്ര. അതാണ് കൊളോസ്ട്രത്തിൻ്റെ ഇമ്പോർട്ടൻസ്, വിച്ച് ഈസ് നെസസറി ഫോർ ദി ഡെവലപ്പിംഗ് ഇമ്മ്യൂണിറ്റി. ഇത് ന്യൂബോൺ ബേബീസിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ആദ്യത്തെ ഇനിഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷനാണ് കൊളോസ്ട്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെക്നിക് ഇൻ വിച്ച് സ്പേം ഈസ് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു എഗ് സൈറ്റോപ്ലാസം. നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി പഠിക്കുന്ന ഒരു മെത്തേഡാണ്. 2 മെത്തേഡ് നമ്മൾ പറയുന്നത് ഇൻവിട്രോയും ഇൻവിവോയും. അതിൽ ദ ടെക്നിക് ഇൻ വിച്ച് സ്പേം ഈസ് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു എഗ് സൈറ്റോപ്ലാസം. എഗ് സൈറ്റോപ്ലാസത്തിലേക്ക് സ്പേംസിനെ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അമ്മയുടെ ബോഡിക്ക് പുറമേ അത് നടക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഫെർട്ടിലൈസേഷൻ പറയും ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഈസ് ഓഫ് 2 ടൈപ്സ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. അപ്പം നമ്മുടെ ആൻസർ നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. എഗ്ഗിനെ ഓവത്തെ പുറത്തേക്ക് എടുത്ത് ലാബിൽ വെച്ച് പുറത്ത് വെച്ച് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ആ ടെക്നിക്കിന് പറയുന്ന പേര് ഓപ്ഷൻ 3, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, അതാണ് ആൻസർ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, വാട്ട് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസെമിനേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരിൽ അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ടുള്ള ആൾക്കാരിൽ സെമൻ പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. എടുത്ത് ആ ഡോണറിൻ്റെ അല്ലെങ്കിൽ ആ വൈഫിൻ്റെ വജീനയിലേക്ക് കൊടുക്കുന്നതാണ്. ആ സെമൻ എടുത്ത് കൊടുക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ദെൻ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സെമൻ എടുത്തിട്ട് യൂട്രസിലേക്ക് കൊടുക്കുന്നതാണ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. ദെൻ ഓപ്ഷൻ 4, ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബോഡിക്ക് അകത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതാണ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഇൻവോൾവ്സ്. ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ, ഗ്യാമീറ്റിന് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അകത്തേക്ക് കൊടുക്കുക. ഇൻവോൾവ്സ് എന്താ? നമുക്ക് ആൻസർ നോക്കാം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ട്രാൻസ്ഫർ ഓഫ് സൈഗോട്ട് ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ്, ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ ഇൻ ടു യൂട്രസ്, ട്രാൻസ്ഫർ ഓഫ് ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ. ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഫീമെയിൽസിൽ വേറൊരു ഡോണറിൽ നിന്ന് ഓവം എടുത്തിട്ട് ആ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഫീമെയിലിൻ്റെ ബോഡിക്കകത്ത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സാണ് ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പം നമ്മുടെ ആൻസർ ഏത് വരണം? ഓപ്ഷൻ 4, ട്രാൻസ്ഫർ ഓഫ് ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ. ഓവമില്ലാത്ത ആൾക്കാരിലേക്ക്, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഓവം കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓപ്ഷൻ 4 ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഡു നോട്ട് ഇൻക്ലൂഡ്. ആർട്ടിൻ്റെ അകത്ത് വരാത്തത്. ഓപ്ഷൻ 1 ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ,
Gamete intrafallopian transfer, gamete extrafallopian transfer, in vitro fertilization and embryo transfer. Assisted reproductive technology, ആർട്ടിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വരുന്നുണ്ട്. ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഓപ്ഷൻ 3 ഗാമീറ്റ് എക്സ്ട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ആർട്ടിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഒരു ടെക്നിക്കിനെ പറ്റി പറയുന്നില്ല. ഗാമീറ്റ് എക്സ്ട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഫെലോപ്പിന് വെളിയിലേക്ക് കൊടുക്കാറില്ല, അങ്ങനെ ഒരു ടെക്നിക്കില്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ ഇതാണ്, ഓപ്ഷൻ 3. അടുത്ത ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ, ഇതെല്ലാം ആർട്ടിൻ്റെ അകത്തുള്ളതാണ്. ആൻസർ ഓപ്ഷൻ 3 ഗാമീറ്റ് എക്സ്ട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. In which of the following viral disease the pathogen infects nose and respiratory passage but not the lungs? തന്നിരിക്കുന്ന ഡിസീസിൽ, വൈറൽ ഡിസീസിൽ പാത്തോജൻ നോസിനെ റെസ്പിറേറ്ററി പാസേജിനെയും എഫക്റ്റ് ചെയ്യുന്നു, പക്ഷെ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വൈറൽ ഡിസീസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഓപ്ഷൻ തന്നിരിക്കുന്നത് ന്യൂമോണിയ, കോമൺ കോൾഡ്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്. ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ ഇതിൽ നോസിനെ റെസ്പിറേറ്ററി പാസേജിനെ എഫക്റ്റ് ചെയ്യും, ബട്ട് ലങ്സിനെ എഫക്റ്റ് ചെയ്യാത്ത വൈറൽ ഡിസീസ് എന്ന് പറയുന്നത് കോമൺ കോൾഡ്. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 2 കോമൺ കോൾഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ വിത്ത് റെസ്പെക്ട് ടു ഹെൽമന്തിക് ഡിസീസ്. താഴെ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ കണ്ടുപിടിക്കാൻ. ഹെൽമന്തസ് ഡിസീസാണ് തന്നിരിക്കുന്നത്, അതല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ഓപ്ഷൻ 1 ടീനിയാസിസ്, ഓപ്ഷൻ 2 അസ്കാരിയാസിസ്, ഓപ്ഷൻ 3 എൻഡ്രോബയാസിസ് ആൻഡ് ഓപ്ഷൻ 4 അമീബിയാസിസ്. ടീനിയാസിസ്, ടീനിയാസോളിയം, ടേപ്വം, അത് ഹെൽമന്തസാ, പ്ലാറ്റി ഹെൽമന്തസിലാണ് വരുന്നത്, അപ്പോൾ അത് ആൻസർ അല്ല. അസ്കാരിയാസിസ്, അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, റൗണ്ട് വേം, അതിൻ്റെ ഇൻഫെക്ഷനാണ് അസ്കാരിയാസിസ്, ഫലമാസ്ക് ഹെൽമന്തസിലാണ് വരുന്നത്, അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. എൻഡ്രോബയാസിസ്, എൻഡ്രോബയസ് വെർമിക്കുലാരിസ്, പിൻവേം എന്ന് പറയും, അത് ഫൈലമാസ്ക് ഹെൽമന്തസാ, അപ്പോൾ അതല്ല, അതിൻ്റെ ഇൻഫെക്ഷനാണ് എൻഡ്രോബയസ് അല്ലെങ്കിൽ പിൻവേമിൻ്റെ ഇൻഫെക്ഷനാണ് എൻഡ്രോബയാസിസ്, അപ്പോൾ നമ്മുടെ ആൻസർ അല്ല. ഓപ്ഷൻ 4 അമീബിയാസിസ്. അമീബിക് ഡിസെൻട്രി ഈസ് കോസ്ഡ് ബൈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് പ്രോട്ടോസോവയാണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക is a protozoan. So a fourth option amoebiasis is a protozoan disease. തന്നിരിക്കുന്നത് ഇത്രയും ഹെൽമന്ത് ഡിസീസിൽ ഓഡ് വൺ ഹെൽമന്തിക് ഡിസീസ് അല്ലാത്തത്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 amoebiasis. Amoebiasis is a protozoan disease. The next question. Fish like dash feed on mosquito larvae and are used for biological control of malaria. Mosquito larvae ഒരു ഫീഡാണ്, അതേസമയം നമുക്ക് മലേറിയയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബയോളജിക്കൽ കൺട്രോളും കൂടാണ്. ഓപ്ഷൻ 1 സാൽമൺ, ഓപ്ഷൻ 2 ഹിൽസ, ഓപ്ഷൻ 3 ഗംബൂസിയ ആൻഡ് ഓപ്ഷൻ 4 ട്രൈഗൺ. ഇതിൽ നമ്മുടെ തിയറിപ്പാട്ടിനകത്തുള്ളതാണ് ഫിഷ് ലൈക്ക് ഗംബൂസിയ feed on mosquito larvae and are used for biological control of malaria. മലേറിയയുടെ ബയോളജിക്കൽ കൺട്രോളായിട്ട് ഉപയോഗിക്കുന്നു. ഗംബൂസിയ, ഫിഷ് ഗംബൂസിയ നമ്മൾ കുളത്തിലോ നമ്മുടെ വീട്ടിലുള്ള പോണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊസ്കിറ്റോ ലാർവ ഇത് ഇഷ്ടംപോലെ ഫീഡ് ചെയ്തോളും. അങ്ങനെ നമുക്ക് മലേറിയ പോലുള്ള ഡിസീസിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കാരണം മലേറിയ കോസ് ചെയ്യാനൊരു വെക്ടറാണ് മൊസ്കിറ്റോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സുവോളജി പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.